അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3ാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ അഖീദ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ശരിയായവക്ക് ടിക്ക് അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. 1. അള്ളാഹു ഇറക്കിയ കിതാബുകൾ. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അള്ളാഹു ഇറക്കിയ കിതാബുകൾ 100, 4. 100ആണോ 4ആണോ? ഏതാണ് ശരി ഉത്തരം? 4ആണല്ലേ. അപ്പോൾ 4ന് നമ്മൾ എന്താക്കാം? ടിക്കിടുക. 2. അള്ളാഹു ഇറക്കിയ ഏടുകൾ 4ആണോ 100ആണോ? 100ആണ്. അതൊക്കെ പേജ് നമ്പർ 9 നമ്മൾ പഠിക്കുന്നുണ്ട്. കിതാബുകൾ എന്ന പാഠത്തിൽ, ഈ ഒരു പാഠത്തിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി അടുത്തത് ഇബ്രാനി. ഇബ്രാനി എന്ന ഭാഷയുടെ മറ്റൊരു പേര് സിറിയക്കാണോ ഹീബ്രു ആണ്? നമുക്ക് കാണാം. ഇബ്രാനി എന്ന ഭാഷയുടെ ഇബ്രാനി ഹീബ്രു ആണ്. നമ്മൾ എന്താക്കാം? ഹീബ്രുവിന് ടിക്കിടുക. ഇനി അടുത്തത് യൂനാനി എന്ന ഭാഷയുടെ മറ്റൊരു പേര്. യൂനാനിൻ്റെ മറ്റൊരു പേരെന്താ? പേജ് നമ്പർ 9 യൂനാനി ഗ്രീക്കാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയ്ക്ക് എന്താക്കാം? ടിക്കിടുക. ഇനി അടുത്തത് സുറിയാനി ഭാഷയുടെ മറ്റൊരു പേര് സിറിയക്കാണല്ലേ. പേജ് നമ്പർ 10 നമുക്കത് കാണാം. പേജ് നമ്പർ 10 ഇവിടെ സുറിയാനി സിറിയക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഓപ്ഷൻസിൻ്റെ ശരി ഉത്തരങ്ങൾ. രണ്ടാമത്തത് യോജിച്ചവ ചേർക്കാം. 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഓരോന്നിനും ഓരോ മാർക്ക്. ഇപ്പോൾ ഇഹപര വിജയം മാലിക് അലൈഹിസ്സലാം, ദിൽവാൻ അലൈഹിസ്സലാം 6 10. 1 ഈമാൻ കാര്യങ്ങൾ എളുപ്പമുള്ളതാണ്, 6 അപ്പോൾ ഒന്നാമത്തത് ഇതാണ്, 6. രണ്ടാമത്തത് പ്രധാനികളായ മലക്കുകളുടെ എണ്ണം. നമ്മളത് പേജ് നമ്പർ 6 എത്ര മലക്കുകളുടെ പേര്, നമ്മൾ പ്രധാനപ്പെട്ട മലക്കുകളുടെ പേര് 10 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10ആണ് രണ്ടാമത്തെ ഉത്തരം. 3 നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇഹപര വിജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് നമ്മൾ കിതാബുകൾ എന്ന പാഠത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഇഹപര വിജയമാണത്. ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്, 3ാമത്തെ. ഇന്ന് അടുത്തത് 4 നരകം കാക്കുന്ന മലക്ക് ഏതാ? നമുക്കറിയാം, മാലിക് അലൈഹിസ്സലാമാണ്. സ്വർഗം കാക്കുന്ന മലക്ക് ദിൽവാൻ അലൈഹിസ്സലാമാണ്. പേജ് നമ്പർ 7 അത് പറയുന്നത്. ഇനി അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ള ചോദ്യമാണ്. 2 ചോദ്യങ്ങളാണ് പൂരിപ്പിക്കാനുള്ളത്. ഓരോന്നിനും 3 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. 3 വാക്കുകളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസിലും. ഇപ്പം നിശ്ചയം പരിശുദ്ധ ഖുർആൻ ഡേഷ് ഇറക്കിയത് ഡേഷ് നാം ഡേഷ് തന്നെ ചെയ്യും. അപ്പോൾ അത് ഖുർആൻ എന്ന പാഠത്തിലാണ് വന്നത്. ഫുർഖാനുൽ അദീം പാഠം 4 വന്നത്. അത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ? നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉത്തരമായിട്ട് വരേണ്ടത് നാം ആണ് എന്നുള്ളതും അതിനെ എന്നുള്ളതും സംരക്ഷിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ആദ്യം ഇവിടെ എന്താകണം? ഖുർആൻ നാം ആണ് എന്നെഴുതണം, ഇറക്കിയത്. 2 അതിനെ എന്താ വേണ്ടത്? അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അടുത്തതൊരു ബൈത്താണ്. ബൈത്തിലുള്ള വരികളാണ് വന്നിട്ടുള്ളത്. 2 വൽ ഖദരി. അത് 1ാമത്തെ പാഠത്തിൽ ഈമാനിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പാട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ വൽ ഖദരി ഖൈരിഹി, ഇവിടെ എന്താ ചേർത്തെടുക്കണം? ഖൈരിഹി ചേർത്തെടുക്കണം. ഇവിടെ ശർരിഹി ചേർത്തെടുക്കണം. പിന്നെ ഇലാഹി റബ്ബിൽ ആലമീന, ഇലാഹി റബ്ബ് എന്ന് മാത്രമാണ് ഇവിടെ ചേർത്തെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിലുള്ള. അപ്പോൾ റബ്ബ് അല്ലേ, ഖൈറിഹി വഷറിഹി, ഇവിടെ എന്താക്കണം? റബ്ബി എന്ന് ചേർത്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. ഇനി അടുത്ത പേജിലുള്ളത് ഉത്തരങ്ങൾ എഴുതാനാണ്. ഉത്തരം എഴുതാം. 4, 3, 12. ഓരോന്നിനും 3 മാർക്ക് വെച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടും. 1 മലക്കുകൾ ആരാകുന്നു മലക്കുകൾ. പേജ് നമ്പർ 6 മലക്കുകളുടെ പാഠത്തിൽ പറയുന്നുണ്ട്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ, മലക്കുകൾ. ഇനി 2ാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? 1ാമത്തെ പാഠത്തിലുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം. എത്ര എഴുതിയാലും മതി. ഇനി 3 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ത്? അത് കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാകാൻ പ്രയാസം ഉണ്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പല കുട്ടികൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്?
അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. അപ്പോൾ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ. അപ്പോൾ നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് ഇത് എഴുതിയാൽ മതി, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യന്. ഖുർആൻ ഷരീഫിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? 23 വർഷം കൊണ്ട്. 23 എന്നാണ് അതിൻ്റെ ഉത്തരം. അത് ഖുർആനുൽ അദീം എന്ന പാഠത്തിലുണ്ട്. ഇവിടെയാണ് 23 വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത്. അപ്പോൾ 23 എന്നുള്ളത് തെറ്റാതെ എഴുതി കൊടുക്കുക. ഏറ്റവും നല്ലത് അക്കത്തിൽ സാധാരണ നോർമലായിട്ടുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് എഴുതലാണ് നല്ലത്. ഇനി അടുത്തത് 3 വീതം വിശേഷണങ്ങൾ എഴുതാം. വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ 3 പ്രത്യേകതകൾ എഴുതാം. അള്ളാഹു ഒരുവനാണ്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നാമത്തെ പാഠത്തിന് ബൈത്തിൻ്റെ അടിയിൽ. പിന്നെ അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല, അവന് ആദ്യവുമില്ല അവസാനവുമില്ല, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. അപ്പോൾ ഇതിലേതിലെങ്കിലും ഒരു 3 എളുപ്പമുള്ള 3 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് 3 ഇവിടെ എഴുതി കൊടുക്കുക. ഇനി മലക്കുകളുടെ പ്രത്യേകതകൾ 3 ഇവിടെ എഴുതി കൊടുക്കുക. പേജ് നമ്പർ 6 പറയുന്നത്. മലക്കുകളുടെ പ്രത്യേകത, അത് പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, അവർക്ക് ക്ഷീണമോ മടിയോ അവർക്കില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3 അവർ എഴുതി കൊടുത്താൽ. ഓക്കെ, അവർക്ക് ഉറക്കമില്ല ഒന്നാക്കിയിട്ട് എഴുതാം, മറവിയില്ല എന്ന് 2ാമത്തേതാക്കിയിട്ട് എഴുതാം, അവർക്ക് വിശപ്പില്ല എന്ന് എഴുതാം. നമുക്ക് നമ്മളെ കുട്ടികൾക്ക് എന്താണ് മനസ്സിലായത് ആ കാര്യങ്ങൾ 3 ഇവിടെ എഴുതാം. ഇനി മലക്കുകളുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് ഓരോന്നിനും 2 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിൻ്റെ പേര്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിൻ്റെ പേരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 2ാമത്തെ ചോദ്യം, റൂഹുകൾ പിടിക്കൽ. റൂഹുകളെ പിടിക്കുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അസ്രായിൽ അലൈഹിസ്സലാം റൂഹുകളെ പിടിക്കുന്ന മലക്കാണ്. 3ാമത്തത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്. 2 മലക്കുകളുണ്ട്, മുൻകർ നക്കീർ അലൈഹിസ്സലാം. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇനി അടുത്തത് നന്മ തിന്മ എഴുതുന്നത് ആരാ? നന്മ തിന്മ എഴുതുന്നത് റക്കീബ് അതീദ് അലൈഹിസ്സലാമാണ്. 2 മലക്കുകളുണ്ട്. ഇനി അൻബിയ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പേരുകൾ ഒക്കെ നിങ്ങളെന്താക്കുക, കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.